വീഡിയോയിൽ കാണുന്ന ശരീരം എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇല്ല, ഞാൻ കുറെ കൂടെ മെലിഞ്ഞിട്ടാ. ഞാൻ ഇടുന്ന ഒരു മീഡിയം ടു ലാർജ് ഡ്രസ്സൊക്കെ ഇടുന്നത്. പലരും വിചാരിക്കുന്നത് ഞാൻ XL to XXL ഒക്കെ ഇട്ടാ നടക്കുന്നത്. എനിവേസ് അങ്ങനെ തോന്നിയവർക്ക് ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ക്ലിയർ ചെയ്താ. അപ്പം ഇപ്പം ഞാൻ അപ്പച്ചീനെ വിളിച്ചിട്ട് നമ്മുടെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് ചോദിച്ചു. കാരണം രാത്രി ഇപ്പം ഞാൻ എപ്പോഴും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ബിക്കോസ് ചോറ് കഴിച്ചിട്ടാണ് ഇപ്പോൾ വണ്ണം കൂടി വരുന്നത് തന്നെ. അപ്പോൾ കുറച്ചൊരു ഡയറ്റിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇഷാരിയുടെ പോലെ കിനുവ റൈസാണ് കഴിക്കുന്നത്. അതും കുറച്ച് ക്വാണ്ടിറ്റിയിൽ. രാത്രി പലപ്പോഴും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ മുട്ടക്കറി ആക്കാമെന്നുള്ളൊരു പ്ലാനിൽ വന്നു. അപ്പച്ചയെ വിളിച്ച് മുട്ടക്കറി ആക്കുന്ന റെസിപ്പിയൊക്കെ ചോദിച്ചു. അപ്പോൾ പൊതുവേ നമ്മളിവിടെ ചിക്കൻ കറിയോ എന്ത് കറി ഉണ്ടാക്കിയാലും സവാള, അത് പലർക്കും അറിയായിരിക്കും, സവാള അരിയുന്ന അശ്വിനാണ്. ബിക്കോസ് എനിക്ക് സവാള അരിയാൻ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. അശ്വിനും ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്ക് നെക്സ്റ്റ് ലെവൽ ബുദ്ധിമുട്ട്. എനിക്കതിന് കുറച്ച് കഴിയുമ്പോൾ ഹെഡേക്കിലോട്ട് കയറും, കണ്ണ് നേറിയിട്ട് ഹെഡേക്കിലോട്ട് കയറും. പിന്നെ എനിക്ക് അവസാനം കൊച്ചിന് പാൽ കൊടുക്കാനൊക്കെ അവസാനം പാടാവും, മരുന്നും കഴിക്കണം അവസാനം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സവാള അശ്വിനരിയും ബാക്കി കുക്കിംഗ് പ്രോസസ്സ് ഞാൻ ചെയ്യും. കാരണം മസാലയുടെ കൂട്ടും കണക്കൊക്കെ എനിക്കാണ് അറിയാന്നുള്ളത്. അശ്വിനാണ് ബേസിക് ചെയ്യുന്നത്, ഞാനാണ് ബാക്കി ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് കിച്ചണിൽ പോയി നോക്കാം. ഭൂമിക്കുട്ടി ഉറങ്ങുന്നു. നമ്മൾ റൂമിൽ ഇരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ഭൂമി നല്ല ഉറക്കം. ഓക്കെ, സവാള എന്തായി? സവാളയായി.